ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്ത്യക്ക് തന്നെ വളരെ അഭിമാനമായി മാറിയ ഒരു യുണീക്ക് മോട്ടോർ സൈക്കിളിനെ കുറിച്ചാണ്. ആൾറെഡി നിങ്ങളെല്ലാവരും തന്നെ ഈ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. കാരണം 4 ദിവസം മുന്നേ ആയിരുന്നു ഇതിൻ്റെ ലോഞ്ച്. അതായത് ജൂലൈ 5, 2024 ബജാജ് ലോഞ്ച് ചെയ്ത മോട്ടോർ സൈക്കിളാണ് ദ വേൾഡ്സ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ. യെസ്, ഇറ്റ്സ് ദി ബജാജ് ഫ്രീഡം 125. ലെറ്റ്സ് നോ മോർ അബൌട്ട് ഇറ്റ്. It's me, Rango. Welcome back. ഫ്രീഡം 125 NG4 എന്നാണ് ബജാജ് ഈ ഒരു മോട്ടോർ സൈക്കിളിന് പേര് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ റൈഡ് ദ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടാണ് അവർ ഈ ഒരു വണ്ടി ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. റൈഡ് ദ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് വൈഡ് മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിക്ക് ഈ ഒരു വണ്ടി ഒരു ചേഞ്ചിൻ്റെ തുടക്കമാവട്ടെ എന്നുള്ള രീതിയിലാവണം അവരിങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ കാരണം. എന്തു തന്നെ ആയാലും നമ്മുടെ വേൾഡ് വൈഡ് മോട്ടോർ സൈക്കിൾ ഇൻഡസ്ട്രിയുടെ അറ്റൻഷൻ ഫുള്ള് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ എന്തായാലും ബജാജിന് കഴിഞ്ഞു. കാരണം ദിസ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ ഓടുന്ന ലോകത്തിലെ ആദ്യത്തെ വണ്ടി. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു മോട്ടോർ സൈക്കിളിനുണ്ട്. ഇതൊരു ഫ്ലെക്സിബിൾ ഫ്യൂവൽ മോട്ടോർ സൈക്കിളാണ്. അതായത് 2 ഫ്യൂവലിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഓടും. CNGയിലും ഓടും, അതുപോലെ തന്നെ പെട്രോളിലും ഓടും. ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സിബിൾ ഫ്യൂവൽ മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. CNG എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഈ ഒരു വണ്ടിയിലൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും. അതും സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. അപ്പോൾ ഒരു കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ബോംബിൻ്റെ മേലെ ഇരുന്ന് പോകുന്ന ഒരു ഫീലാവോ എന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ടാവും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒരു യുണീക്ക് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിലായിരുന്നിട്ടും ബജാജ് വളരെ യുണീക്കായിട്ടാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റനോട്ടത്തിൽ കണ്ട ഒരു കമ്മ്യൂട്ടർ ബൈക്കാണെന്നൊന്നും നമുക്ക് തോന്നില്ല. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂവിൽ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മുടെ ഹോണ്ട നാവി ആയിട്ട് വളരെയധികം സാദൃശ്യമുള്ളതുപോലെ തോന്നും. അതിന് കാരണം ഈ ഒരു സൈഡ് ലുക്കിൽ അപ്പർ ഹാഫ് ആ ഒരു നാവിയുടെ സ്ട്രക്ചർ ഏകദേശം ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വന്നിട്ടുണ്ട്. എന്നാലും നാവി പോലെ അങ്ങനെ ചെറിയൊരു വണ്ടിയൊന്നുമല്ല, അത്യാവശ്യം നല്ല സീറ്റ് ഹൈറ്റൊക്കെ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ കണ്ടാലും നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സ് ഫ്യൂവൽ ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ കണ്ടാലും ഒരു ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ പോലെ തന്നെയാണ്. പല ടൈപ്പ് വണ്ടികളിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈനിൽ കാണാൻ പറ്റും. സ്ക്രാംബ്ലർ എന്നുള്ള, അതുപോലെ തന്നെ എൻഡ്യൂറോ ഡേർട്ട് ബൈക്സ് എന്നുള്ള ഒരു ഇൻസ്പിറേഷൻസ്, അതുപോലെ നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ എന്നുള്ള ഇൻസ്പിറേഷൻസ്, ഇതൊക്കെ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ട് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് ബജാജ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിളിൽ കാണുന്ന പോലെയുള്ള മെറ്റാലിക് പ്ലേറ്റ്സിനെ ഇൻസ്പയർഡ് ആകുന്ന രീതിയിൽ ഒരുപാട് പാനൽ പാർട്സ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കാണാൻ പറ്റും. സൈലൻസർ ഗാർഡ്, അതുപോലെ തന്നെ ടാങ്കിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു സിൽവർ കളറിൽ കൊടുത്തിട്ടുള്ള ചെറിയൊരു പാനൽ പാർട്സ്, അതുപോലെ തന്നെ ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ സൈഡിലായിട്ട് സിൽവർ കളറിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് എൻജിൻ പ്രൊട്ടക്ടർ എന്നുള്ള രീതിയിലൊരു അണ്ടർബെല്ലി പ്ലേറ്റ് കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിളിൽ കണ്ടുവരുന്ന ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. അതുപോലെ നമ്മുടെ എൻഡ്യൂറോ ഡേർട്ട് ബൈക്സിലൊക്കെ കാണുന്നത് പോലെയുള്ള ടാങ്കിലേക്ക് കയറി നിൽക്കുന്ന വളരെ നീളം കൂടിയ സീറ്റുകളാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു ബൈക്സിലൊക്കെ കാണുന്ന പോലെ അത്ര സ്ലിം സീറ്റൊന്നുമല്ല, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ അഡ്വഞ്ചർ ബൈക്സിലൊക്കെ കാണുന്ന പോലെയുള്ള വൈഡായിട്ടുള്ള ചെറിയ ടാങ്കുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ് ആയാലും ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ആയാലും ബാക്കിലെ ടെയിൽ ലാമ്പുകൾ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ആ ഒരു നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളിൽ ഒക്കെ വരുന്ന പോലെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഹയർ ലെവൽ പെർഫോമൻസ് മോട്ടോർ സൈക്കിൾസിലൊക്കെ വരുന്ന പോലെ, അതായത് KTMലൊക്കെ വരുന്ന പോലെയുള്ള ട്രെല്ലിസ് ഫ്രെയിമുകൾ, അതുപോലെ തന്നെ മോണോഷോക്ക് സസ്പെൻഷൻ എല്ലാം തന്നെ ഈ ഒരു വണ്ടിയിൽ ബജാജ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനിൽ അവർ നമ്മുടെ അൾട്രാ വയലറ്റ് F77 വരുന്നത് പോലെയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫോർക്ക് കവറും അവർ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡിസൈൻ എലമെൻറ്റ്സ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതൊരു നോർമൽ കമ്മ്യൂട്ടർ ബൈക്കാണെന്ന് തോന്നില്ല. ആ രീതിയിലാണ് ബജാജ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ആ ഒരു CNG എന്നുള്ള യൂണീക്നെസ് പോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിലും ആ ഒരു യൂണീക്നെസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മോട്ടോർ സൈക്കിളിനെ മറ്റ് കമ്മ്യൂട്ടർ ബൈക്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അതിന് മെയിൻ കാരണം ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ വരുന്ന വലിയ CNG സിലിണ്ടർ തന്നെയാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ താഴ്ഭാഗത്ത് വലിയ ചേഞ്ചസ് ഒന്നും നമുക്ക് തോന്നില്ല, കാരണം ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു എൻജിനും 2 വീലും അതൊക്കെ നോർമൽ കമ്മ്യൂട്ടർ ബൈക്സിൽ വരുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ അപ്പർ സെഗ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമലി നമ്മുടെ കമ്മ്യൂട്ടർ ബൈക്സിലെല്ലാം തന്നെ ബാറ്ററികളൊക്കെ സൈഡ് പാനലിൻ്റെ താഴെയായിട്ടാണ് കൊടുക്കൽ. ഈ ഒരു വണ്ടിയിൽ അത് സീറ്റിൻ്റെ അടിയിലായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എയർ ഇൻടേക്കും എയർ ഫിൽട്ടർ എലമെൻറ്റ്സ് എല്ലാം തന്നെ സീറ്റിൻ്റെ അടിയിലാണ് വരിക. അത് അവർ അവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ പെട്രോൾ ടാങ്കിൻ്റെ സൈഡിലായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതിന് കാരണം ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു CNG സിലിണ്ടർ തന്നെയാണ്. യൂഷ്വലി പെട്രോൾ ടാങ്ക് വരുന്ന ഭാഗത്ത് അവർ 2 സൈഡിലായിട്ട് പാർട്സുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് യൂഷ്വലി പെട്രോൾ ടാങ്ക് വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു 2 ലിറ്റർ പെട്രോൾ ടാങ്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു വണ്ടിയുടെ എയർ ഇൻടേക്ക് ഫിൽട്ടർ എലമെൻറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലൊക്കെ ആയിട്ടാണ് ഈ ഒരു CNG സിലിണ്ടറിൻ്റെ വാൽവുകളും ബാക്കി കോമ്പണൻസ് എല്ലാം തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. 2 ലിറ്റർ പെട്രോൾ ടാങ്കാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. നോർമൽ വണ്ടികളിലൊക്കെ വരുന്ന പോലെ മെറ്റാലിക് ടാങ്ക് അല്ല, ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ടൈപ്പ് ടാങ്കാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 കിലോയുടെ ഒരു CNG സിലിണ്ടറാണ് വരുന്നത്. അത് വാട്ടർ കപ്പാസിറ്റിയിൽ പറയുകയാണെങ്കിൽ 12.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു സിലിണ്ടറാണ്. ഈ ഒരു സിലിണ്ടറിന് മാത്രമായിട്ട് തന്നെ 16 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ഈ ഒരു CNG ടാങ്കിലായിരിക്കും എല്ലാവർക്കും ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുക. പക്ഷേ ഇത് അത്യാവശ്യം ടെസ്റ്റുകളും അതുപോലെ തന്നെ പെസ്കോയുടെ സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള സിലിണ്ടർ തന്നെയാണ്. അതായത് പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ വരുന്ന സിലിണ്ടർ തന്നെയാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഈ ഒരു സിലിണ്ടറിന് വേണം, നോർമൽ CNG വെഹിക്കിൾസിലൊക്കെ വരുന്ന പോലെ തന്നെ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൻ്റെ ഫ്യൂവൽ ഫില്ലിങ് വരുന്നത് നോർമൽ വണ്ടികളിൽ വരുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ചൊരു വലിയ ഫ്യൂവൽ ലിഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനടിയിലായിട്ട് തന്നെയാണ് CNG ഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പും അതുപോലെ തന്നെ പെട്രോൾ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ വരുന്ന നല്ലൊരു കൺസോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 വേരിയൻറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് ആ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ വരുന്ന കൺസോൾ ഉള്ളത്. ബാക്കിയുള്ളതിലൊക്കെ നോർമൽ കൺസോളാണ് വരുന്നത് ബാക്കി 2 വേരിയൻറ്റിലും. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ സ്വിച്ചും കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ സ്വിച്ച് ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ പെട്രോൾ ആൻഡ് CNG ഫ്യൂവൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്വിച്ചാണ്. അത് നമുക്ക് റണ്ണിങ്ങിലും വണ്ടി നിർത്തിയിടുമ്പോഴും ഒക്കെ ആ ഒരു സ്വിച്ച് നമുക്ക് സ്വാപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു USB ചാർജിങ് പോർട്ടും ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് വേരിയൻറ്റിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. മറ്റ് 2 വേരിയൻറ്റിലും ഫ്രണ്ടിൽ ഡ്രം ബ്രേക്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എൻജിനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാ കമ്മ്യൂട്ടർ ബൈക്സിലൊക്കെ വരുന്ന പോലെ തന്നെ ഹൊറിസോണ്ടലി മൗണ്ട് ചെയ്തിട്ടുള്ള 125cc 4-stroke എയർ കൂൾഡ് എൻജിനാണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ വരുന്നത് 9.5 PS at 8000 RPM. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് വരുന്നത് 9.7 Nm at 5000 RPM. ഈ ഒരു എൻജിൻ വെച്ച് CNG ഫ്യൂവലിൽ 90.5 km/h വരെ ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 93.4 km/h ടോപ്പ് സ്പീഡ് പെട്രോളിലും കിട്ടും. മൈലേജ് നോക്കുകയാണെങ്കിൽ CNGയിൽ കമ്പനി ഒഫീഷ്യലി പറയുന്നത് 100 km/kg ആണ്. അത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ അതിലേറെ കിട്ടുമെന്നാണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വണ്ടിയുടെ പ്രാക്ടിക്കൽ യൂസൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പെട്രോളിൽ അവർ ക്ലെയിം ചെയ്യുന്ന മൈലേജ് 65 km/L ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പം ഏകദേശം 330 കിലോമീറ്റർ റേഞ്ച് ഈ ഒരു മോട്ടോർ സൈക്കിൾ നൽകുന്നുണ്ട്. CNG ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്ന എൻജിൻ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ചേഞ്ചസൊക്കെ ബജാജ് ഈ ഒരു വണ്ടിയുടെ എൻജിനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു CNG ഫ്യൂവലിൽ നല്ല ഒപ്റ്റിമലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇതിൻ്റെ പിസ്റ്റണും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ബിഗറായിട്ടുള്ള കൂളിംഗ് ജെറ്റ്സും അതുപോലെ തന്നെ ലാർജർ ഫിൻസൊക്കെ ഈ ഒരു എൻജിനിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് വരുന്നത് നോർമൽ വണ്ടിയിലൊക്കെ വരുന്ന പോലെ ഓയിൽ ചേഞ്ച് ഒക്കെ വരുന്നത് ഒരു 5000 കിലോമീറ്റർ ഇൻ്റർവെല്ലാണ്. അങ്ങനെയാണ് അവർ ഒഫീഷ്യലി കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ യൂഷ്വൽ കമ്മ്യൂട്ടിംഗ് ബൈക്സിൽ വരുന്ന പോലെ തന്നെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിയിലും വന്നിട്ടുള്ളത്. ഇതിൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ നോർമൽ 125cc കമ്മ്യൂട്ടർ ബൈക്സിനേക്കാളും കേർബ് വെയിറ്റ് വരുന്നുണ്ട്. 149 കിലോഗ്രാം കേർബ് വെയിറ്റ് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അത് മെയിനായിട്ട് ഈ ഒരു CNG സിലിണ്ടറും അതുപോലെ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇത്രയും കേർബ് വെയിറ്റ് വരുന്നത്. ഫ്രീഡം 125 NG4 എന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ ബജാജ് 3 വേരിയൻസിലായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ NG04 ഇതിൻ്റെ വേരിയൻസിനെ സൂചിപ്പിക്കുന്നതല്ല. അത് എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ജനറേഷൻ വണ്ടിയൊക്കെ വരുമ്പോൾ, ഇതിൻ്റെ ഒരു അടുത്ത സെക്കൻഡ് ജനറേഷനൊക്കെ വണ്ടി വരുമ്പോൾ NG05 NG06 അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാവണം അവരിങ്ങനെ ഒരു പേര് കൊടുത്തത്. അതല്ല ഇതിന് ഇനി വേറെ എന്തെങ്കിലും മീനിങ്ങുകളുണ്ട് ആർക്കെങ്കിലും അറിയെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ 3 വേരിയൻസാണ് വരുന്നത്. ടോപ്പ് വേരിയൻ്റ് ആയിട്ടൊരു ഡിസ്ക് LED വേരിയൻ്റാണ് വരുന്നത്. അതിൽ ഡിസ്ക് ബ്രേക്കും അതുപോലെ തന്നെ LED ഹെഡ്ലൈറ്റ്സും വരുന്നുണ്ട്. ഇതിനാണ് നെഗറ്റീവ് LCD ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്നത്. ഇതിന് തൊട്ട് താഴെ ഒരു ഡ്രം LED വേരിയൻ്റ് വരുന്നുണ്ട്. അതിൽ ഫ്രണ്ട് ബ്രേക്ക് ഡ്രം ബ്രേക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. LED ഹെഡ്ലൈറ്റ്സും വരുന്നുണ്ട്. കൺസോള് നോർമൽ കൺസോളാണ് വരുന്നത്. ഏറ്റവും താഴെയുള്ള വേരിയൻ്റ് ഡ്രം വേരിയൻ്റ്, അതിൽ ഫ്രണ്ട് ബ്രേക്ക് ഡ്രമ്മാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹാലജൻ ലൈറ്റാണ് വരുന്നത്. കൺസോള് നോർമൽ കൺസോളാണ് വരുന്നത്. ഇത് കൂടാതെയും ചെറിയ മൈനർ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ലിസ്റ്റ് ഓവറിലായിട്ട് കൊടുക്കാം, അതിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോപ്പ് വേരിയൻറ്റിന് 1.1 lakh എക്സ് ഷോറൂമും അതിന് തൊട്ട് താഴെയുള്ള വേരിയൻറ്റിന് 1,05,000 എക്സ് ഷോറൂമും ഏറ്റവും താഴെയുള്ള വേരിയൻറ്റിന് 95,000 ആണ് എക്സ് ഷോറൂം റേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 7 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. എല്ലാം ഡുവൽ ടോൺ കളറായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ ടോപ്പ് വേരിയൻറ്റിലും മിഡ് വേരിയൻറ്റിലായിട്ട് 5 കളേഴ്സ് വന്നിട്ടുണ്ട്. ഗ്രേ, റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ. അതുപോലെ ലോ ആൻഡ് വേരിയൻറ്റിൽ 2 കളേഴ്സ് വന്നിട്ടുണ്ട്, ഗ്രേയും ബ്ലാക്കും. അതിൽ ലോ ആൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് ഈ ഒരു യെല്ലോ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഗ്രേ കളർ ഓപ്ഷൻ ഉള്ളത്. അതേപോലെ ലോ ആൻഡിലെ ബ്ലാക്ക് ഒരു റെഡ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ ഓപ്ഷനിലുള്ള ബ്ലാക്ക് ഒരു വൈറ്റ് ടോണായിട്ട് മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കളർ ഓപ്ഷൻസ്. പിന്നെ ഈ ഒരു വണ്ടിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം CNGയിൽ 100 കിലോമീറ്റേഴ്സാണ് ഒഫീഷ്യലായിട്ട് പറയുന്നത്. അതായത് 1 കിലോ CNGക്ക് ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് 86 പോയിൻറ്റ് സംതിങ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ പെട്രോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഹാഫ് എ പ്രൈസ് ചിലവേ വരുന്നുള്ളൂ. ഈ ഒരു വണ്ടീൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. അതായത് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടാൻ ഈ ഒരു വണ്ടിയുടെ മൈലേജ് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 65 km/L മൈലേജ് വെച്ചിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ ഓടണമെങ്കിൽ നമ്മൾ ഏകദേശം 160 സംതിങ് രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. നേരെ മറിച്ച് CNGയിൽ നോക്കുമ്പം ഇപ്പോൾ കേരളത്തിലെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം 86 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അതിൽ തന്നെ 100 കിലോമീറ്റർ ഓടാൻ പറ്റും. ഏകദേശം പെട്രോൾ ഫ്യൂൽ ഉപയോഗിക്കുന്നതിൻ്റെ ഹാഫ് എക്സ്പെൻസ് മാത്രമേ ഈ ഒരു CNG ഫ്യൂൽ ഉപയോഗിക്കുമ്പോൾ വരുള്ളൂ. അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കറൻ്റ്ലി നല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെയും ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസിനെയൊക്കെയാണ് ഈ ഒരു വണ്ടി റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിലുള്ള മറ്റ് വണ്ടികളൊക്കെയാണ് ഈ ഒരു വണ്ടി മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ളൊരു സെക്യൂരിറ്റി പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഒരു CNG ഫ്യൂവൽ സിലിണ്ടർ തന്നെയാണ്. അതൊരു ആസനത്തിൽ ബോംബ് വെച്ച് ഓടുന്ന പോലെ, നമ്മുടെ പട്ടാളം മൂവിയിൽ സലീം കുമാർ ബൈക്കിൽ പോകുന്ന ആ ഒരു ഫീലിൽ ഈ ഒരു വണ്ടി ഓടിക്കേണ്ടി വരുമെന്നാണ് എല്ലാവർക്കും ഡൗട്ടുള്ളത്. പക്ഷേ ബജാജ് അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം അവർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു CNG സിലിണ്ടർ എല്ലാം തന്നെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതിന് പ്രോപ്പറായിട്ട് ഒരുപാട് ടെസ്റ്റുകളും ബജാജ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു സിലിണ്ടറിൻ്റെ പൊസിഷൻ തന്നെയാണ്. സീറ്റിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ട്രെലിസ് ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സിലിണ്ടർ അവർ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ട്രെലിസ് ഫ്രെയിം തന്നെ ഈ ഒരു സിലിണ്ടറിന് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്.
അത് കാണിക്കാനായിട്ട് അവർ ഏകദേശം 11 സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ടെസ്റ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. ഫ്രണ്ടൽ കൊളീഷൻ ടെസ്റ്റ്, അതായത് ഒരു 1.10 വെയിറ്റ് വരുന്ന ഒരു ഒബ്ജക്റ്റിനായിട്ട് ഏകദേശം 60 km/h റിലേറ്റീവ് സ്പീഡിൽ കൊളീഷൻ ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റ്, അതുപോലെ തന്നെ റിയർ കൊളീഷൻ ടെസ്റ്റ്, സൈഡ് ഇമ്പാക്ട് ടെസ്റ്റുകൾ, അതുപോലെ വെർട്ടിക്കൽ ഡ്രോപ്പ് ടെസ്റ്റുകൾ, അതുപോലെ പെൻഡുലം ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് തന്നെ അവരൊരു 10 ടണ്ണിൻ്റെ ട്രക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ മേലെ കൂടെ റൺ ഓവർ ചെയ്തുകൊണ്ട് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ ടെസ്റ്റുകളിലെല്ലാം തന്നെ ഈ ഒരു ഫ്യൂവൽ ടാങ്ക് ഈ ഒരു CNG സിലിണ്ടറിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ ഇതിൽ പ്രഷർ വേരിയേഷനോ ഒന്നും തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിലിണ്ടർ വളരെ സേഫ് ആയിട്ടാണ് അവർ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു പ്രഷറൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗേജ് അവർ ഈ ഒരു വണ്ടിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഈ ഒരു ഹാൻഡിൽ ബാർ ബോൾട്ട് റേസറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അവർ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതിനൊരു കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു സിലിണ്ടറിൻ്റെ പ്രഷർ മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൊട്ടക്റ്റഡ് ട്രെലിസ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സിലിണ്ടർ ഉള്ളത് എങ്കിലും ആൾറെഡി ഈ ഒരു സിലിണ്ടർ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്ട്രെങ്തനിലായിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 16 കിലോഗ്രാം ഈ ഒരു സിലിണ്ടർ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെസ്കോ പെട്രോളിയം എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിലിണ്ടർ വരുന്നത്. അതുപോലെ നോർമൽ CNG വണ്ടികളിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു 3 ഇയറിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. അത് മാൻഡേറ്ററി ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്ത അവിടെ ഒരു ചെറിയൊരു സർട്ടിഫിക്കേഷൻ്റെ ഒരു പ്ലേറ്റിംഗ് കാണാൻ പറ്റും. അതിൽ ഈ ഒരു ടെസ്റ്റിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഇൻസ്റ്റലേഷൻ ഡേറ്റും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം 3 ഇയറിൽ ഈ ഒരു ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അതും ഒരു സേഫ്റ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ CNG സിലിണ്ടറും അത് വെച്ചിട്ടുള്ള പൊസിഷനും അതിന് കൊടുത്തിട്ടുള്ള പ്രൊട്ടക്ഷനും എല്ലാം തന്നെ നമുക്കൊരു 100% സേഫ്റ്റി തരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു CNG ഫ്യൂൽ, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ വരുന്നത് കൂടുതലായിട്ടും ഇതിൽ മീഥെയിനാണ് വരുന്നത്, CH4. ഈ മീഥെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. അതുകൊണ്ട് തന്നെ അഥവാ ലീക്ക് വന്നാൽ അത് പെട്ടെന്ന് എയറിൽ ബ്ലെൻഡ് ചെയ്ത് എസ്കേപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ LPG ഗ്യാസിൻ്റെ ഒക്കെ പോലെ അത്ര ഡേഞ്ചറസ് അല്ല. അതുപോലെ ഇതിൻ്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചറും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പെട്രോളൊക്കെ ബേൺ ചെയ്യുന്ന മാതിരി അങ്ങനെ ഒറ്റ അടിക്ക് സഡനായിട്ട് ബേൺ ആവില്ല. കുറച്ച് നല്ലൊരു ഇഗ്നീഷൻ ടെമ്പറേച്ചർ കിട്ടിയാലേ ഇത് ബേൺ ആവുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫ്യൂവൽ സേഫറാണ്. അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ഫ്യൂവൽ, ഈ ഒരു ഫോസിൽ ഫ്യൂവൽ ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു ശതമാനം പൊല്യൂഷൻ മാത്രമേ ഈ ഒരു ഫ്യൂവൽ വരുന്നുള്ളൂ. അതായത് ഏകദേശം 80% ലെസ് പൊല്യൂഷനാണ് ഈ ഒരു CNG ഫ്യൂവൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു CNG ഫ്യൂവൽ ആൾറെഡി നമ്മുടെ നാട്ടിൽ 4 വീലേഴ്സും 3 വീലേഴ്സും ഒരുപാട് വെഹിക്കിൾസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ വളരെ റെയറായിട്ടേ നമ്മൾ കേൾക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളും അത്യാവശ്യം നല്ല രീതിയിൽ സേഫ് ആയിട്ട് തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഇൻസെക്യൂരിറ്റിയും കൂടാതെ തന്നെ ഈ ഒരു വണ്ടി എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു CNG മോട്ടോർ സൈക്കിളാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് ഇലക്ട്രിക് ബൈക്സിനേക്കാളിലൊക്കെ കൂടുതൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിളാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും കോള് അതുപോലെ തന്നെ ഡീസലൊക്കെ ഉപയോഗിച്ചാണ്ടാണ് ഒരുപാട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പൊല്യൂഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാറ്ററി കാലാവധി കഴിഞ്ഞ് ഡിസ്പോസ് ചെയ്യുന്ന തമ്മിൽ അതൊക്കെ ഒരു വലിയ പൊല്യൂഷനിലേക്ക് വരും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു മോട്ടോർ സൈക്കിൾ വളരെ ലെസ്സായിട്ട് മാത്രമേ പൊല്യൂഷൻ ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിലും അധികം മെറ്റൽ പാർട്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൊല്യൂഷൻ വളരെ നല്ല രീതിയിൽ കുറവാണ്. അതുകൊണ്ട് ഇതാണ് ശരിക്കും ഒരു എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന മോട്ടോർ സൈക്കിൾ. പിന്നെ അതുപോലെ തന്നെ യൂഷ്വൽ മോട്ടോർ സൈക്കിളിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം തന്നെ കിട്ടും, ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഇലക്ട്രിക് സ്കൂട്ടറിനെക്കാട്ടിലും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെക്കാട്ടിലൊക്കെ കുറച്ചും കൂടി നമുക്കൊരു പ്രിഫറൻസ് കൊടുക്കാവുന്നത് ഇതുപോലെയുള്ള CNG മോട്ടോർ സൈക്കിളാണ്. ഡെഫിനറ്റ്ലി ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ബാക്കി വണ്ടികളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളിത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.
ഇതൊരു റെവല്യൂഷണറി മോട്ടോർ സൈക്കിളും അതുപോലെ നമ്മുടെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു മോട്ടോർ സൈക്കിളൊക്കെ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ. നോർമലായിട്ടൊരു വാക്ക് അറൗണ്ട് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഞാൻ ജസ്റ്റ് ഇമേജസും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.